തുടർന്ന് അദ്ദേഹത്തിന് ഭഗവാൻ വിഷ്ണുവിൽ നിന്നും ഒരു ദിവ്യ സന്ദേശം ലഭിക്കുകയുണ്ടായി. സന്ദേശം ഇപ്രകാരമായിരുന്നു: പരമാത്മാവ് തന്റെ പരമമായ ശക്തികളോടുകൂടി ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുന്നതാണ്. അസുരന്മാരുടെ നാശം സുനിശ്ചിതമായിരിക്കും. ഈ സന്ദേശപ്രകാരം തന്നെ ഭഗവാൻ അഷ്ടമിയും രോഹിണിയും ഒന്നിച്ചു നിൽക്കുന്ന ആ അർദ്ധരാത്രിയിൽ ദേവകി വസുദേവാദികളുടെ പുത്രനായി അവതരിച്ചു. തുടർന്ന് കംസനിൽ നിന്നും തന്റെ പുത്രനെ രക്ഷിക്കാൻ വസുദേവർ കൃഷ്ണനെ ഗോകുലത്തിലെ നന്ദഗോപരുടെ അടുക്കൽ എത്തിച്ചു. തുടർന്ന് യശോദയും നന്ദഗോപരും കണ്ണനെ വളർത്തി വലുതാക്കി. കൊച്ചുകൃഷ്ണൻ തന്റെ ആ മുത്തുപോലുള്ള അധരം തുറന്നതും യശോദ കണ്ട ആ കാഴ്ച അത് വർണ്ണിക്കാൻ പറ്റില്ല. അവൾ 14 ലോകങ്ങളും 30 കോടി ദേവതകളും പ്രപഞ്ചവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം ആ കൊച്ചധരത്തിൽ കണ്ടു. അവൾ സ്തംഭിച്ചുപോയി. തുടർന്ന് അവൾ അബോധാവസ്ഥയിലായി. കൃഷ്ണൻ തന്റെ മായയാൽ അവളുടെ ആ ഓർമ്മകളെല്ലാം മാച്ചു കളഞ്ഞു. കണ്ണാ, നിനക്ക് കുറുമ്പ് തുടർന്നോ? ഞാൻ എന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരിക്കൽ നാരദമുനിയെ അപമാനിക്കുകയുണ്ടായി. അതിന്റെ പരിണാമമായി അദ്ദേഹം ഞങ്ങളെ ശപിച്ചു. ആ ശാപം കാരണം ഞങ്ങൾ മരങ്ങളായി ജനിച്ചു. അങ്ങയുടെ കൈകളാൽ ഞങ്ങൾക്ക് ശാപവിമോചനം കിട്ടി. നന്ദി പ്രഭു, നന്ദി. തോറും കൃഷ്ണന്റെ കുറുമ്പുകൾ കൂടി വരാൻ തുടങ്ങി. അവൻ എപ്പോഴും വെള്ളം മോഷ്ടിക്കാൻ പോകാറുണ്ട്. വ്രജത്തിലെ ഗോപികമാർ അവനാൽ ക്ഷുഭിതരാകാറുണ്ട്. അങ്ങനെ യശോദയുടെ വാത്സല്യപുത്രനായും ഗോപികമാരുടെ സമാധാനം നഷ്ടപ്പെടുകയും ആ ബാലകൃഷ്ണൻ വളർന്നു വന്നു. അങ്ങനെ ഒരു ദിവസം കൃഷ്ണനും കൂട്ടുകാരും വെള്ളം മോഷ്ടിക്കാൻ ഇറങ്ങി. കണ്ണ, ഇന്ന് നമ്മൾക്ക് ആരുടെ വീട്ടിൽ വെള്ളം മോഷ്ടിക്കാം? ജ്യേഷ്ഠ, ഇന്ന് നമ്മൾക്ക് ജലതിയുടെ വീട്ടിൽ വെള്ളം മോഷ്ടിച്ചാലോ? എന്താ കൃഷ്ണ, രാവിലെ കാണാനാണോ ഉദ്ദേശം? ജലതിയുടെ വീട്ടിലല്ലേ രാധയുള്ളത്? ജ്യേഷ്ഠ, കൃഷ്ണ, അത് അപകടമാണ്. ജലതി ഭയങ്കര ദുഷ്ടയാണ്. അവർക്ക് നിന്റെ മേലെ നല്ല ദേഷ്യമുണ്ട്. അതെ അതെ, അവൻ പറയുന്നതും ശരിയാണ് കൃഷ്ണ. നമ്മൾക്ക് വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചാലോ? എന്താ സുഖല നീ ഇങ്ങനെ പറയുന്നത്? എത്രയൊക്കെ വീരശൂര പരാക്രമയാണെങ്കിലും കൃഷ്ണനെ പിടിക്കാൻ പറ്റുമോ അവർക്ക്? കൃഷ്ണ, എനിക്ക് നാളെ വെള്ളം വരുന്നു. നമുക്ക് ജലതിയുടെ വീട്ടിൽ പോകാം. പക്ഷേ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. ഉത്തമം. കൂട്ടുകാരെ, ഇതാണ് അപ്പോൾ ശരിയായ സമയം. വേഗം വരൂ. മെല്ലെ മെല്ലെ, ശബ്ദം വെക്കണ്ട. അതാ അവൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നു. കൃഷ്ണ നോക്കൂ, അവൾ വെളുപ്പാനാ. നല്ല ഉയരത്തിലാണത്.
ഇനി നമ്മൾക്ക് എങ്ങനെ വെള്ളം കഴിക്കാൻ പറ്റും? കൃഷ്ണ, ഞാൻ വെള്ളപ്പാലയിൽ തന്നെ വരുന്നു. എനിക്ക് അത്ര വിഷമുണ്ട്. വേഗം വെള്ളം ചെയ്യുമോ? വിഷമിക്കേണ്ട മധു. മധു, സുഭയ, ഭദ്ര, നിങ്ങൾ മൂന്നുപേരും ശ്രീധാമനെ ഉയർത്തു. ശ്രീധാമ, നീ ആ വെണ്ണപ്പാനി എടുത്ത് എന്റെ അടുക്കൽ തരൂ. കൃഷ്ണ, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. വേഗമാകട്ടെ. ഓഡിയൻസ് നോക്കടാ. നല്ല വെള്ളം. നല്ല രുചി. എനിക്ക് കുറച്ച് കൂടുതൽ തരൂ കൃഷ്ണ. വെറുതെ എണീക്കാറായി കൃഷ്ണ, നമുക്ക് വേഗം എവിടുന്ന് പോകാം. നല്ല ഉറക്കമായിരുന്നു. എന്താ ഞാൻ കാണുന്നത്? കൃഷ്ണ, ഇന്ന് നിന്നെ ഞാൻ ഒരു വിധത്തിൽ ജലധിയുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു. ശ്രീ ബലരാമൻ ദീർഘാശ്വസിനെ വിധിച്ചു. തുടർന്ന് കാളിയന്റെ ഗർഭസംഗമം നടന്നു. അദ്ദേഹം ഞങ്ങളുടെ പതിയാണ്. അദ്ദേഹത്തെ വധിക്കരുത്. ഞങ്ങളെ വിധവകളാക്കരുത്. കാളിയനെ നാം ക്ഷമിക്കാം. പക്ഷെ അവൻ ഇനി ഈ വ്രജപ്രദേശത്തിലേക്ക് വരരുത്. പ്രഭോ, പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ അങ്ങയുടെ വാഹനമായ ഗരുഡൻ ഞങ്ങളെ ഉപദ്രവിക്കും. ഭവതി ഒട്ടും പരിഭ്രമിക്കേണ്ട. നാം നൃത്തം വെച്ചതുകൊണ്ട് കാളിയന്റെ പത്തി നമ്മുടെ കാൽപാദത്തിന്റെ ചിഹ്നമുണ്ട്. അത് കണ്ടാൽ ഗരുഡൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നന്ദി പ്രഭോ, നന്ദി. അങ്ങനെ ആ കണ്ണൻ വൃന്ദാവനമാകെ വിഹരിച്ചു നടന്നു. ഗോവർദ്ധന ഗിരിധാരിയായി വിളങ്ങിയ ആ കഥ കേൾക്കുന്നവർ എല്ലാവരും തന്നെ രോമാഞ്ചത്തിനിരയാകുന്നു. അങ്ങയുടെ വരവിന് എന്താണ് ഉദ്ദേശം? അത് വന്ന് പ്രഭു, സ്പഷ്ടമായി പറയൂ വരുണദേവ. അത് വന്ന് പ്രഭു, വൃന്ദാവനത്തിലെ നിവാസികൾ ഇന്ദ്രയജ്ഞം മുടക്കിയിരിക്കുന്നു. ഇന്ദ്രയജ്ഞം മുടക്കിയിരിക്കുന്നുവോ? എന്തിനാണ് അത് വന്ന് പ്രഭു, മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണന്റെ പരാമർശം അനുസരിച്ച് അവർ ഇന്ദ്രയജ്ഞം മുടക്കി ഗോവർദ്ധന പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു.
ഇദ്ദേഹം സാക്ഷാത് മഹാവിഷ്ണുവാണ്. എനിക്കൊന്നും കേൾക്കുന്നാവരുടെ ദേവ, വൃന്ദാവനത്തെ കാർമേഘങ്ങൾ കൊണ്ട് മൂടൂ, വൃന്ദാവനത്തെ ഭേദാലി ഉണ്ടാക്കൂ, വൃന്ദാവനത്തെ പ്രളയത്തിലാക്കൂ. അങ്ങയുടെ ആജ്ഞ കൊള്ളി പ്രഭു. ഈ ഇങ്ങനെയുള്ള കളിച്ചാൽ എങ്ങനെ ഇരിക്കും? കൃഷ്ണ നോക്കൂ, നീ പറഞ്ഞത് കാരണം ഞങ്ങൾ ഇന്ദ്രയാഗം മുടക്കി ഗോവർദ്ധന പൂജയും നടത്തി. അതിൽ കുപിതനായ ഇന്ദ്രൻ ഇക വൃന്ദാവനത്തെ പ്രളയത്തിലാഴ്ത്താൻ മേഘങ്ങളോടും വരുണദേവനോടും ആജ്ഞാപിച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല കണ്ണ. ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും കൃഷ്ണ? കൃഷ്ണ കാരുണ്യ സിന്ധു ഞങ്ങളെ രക്ഷിച്ചാലും. ആരും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഗോവർദ്ധനമല്ലേ നമ്മളെ ഇത്ര കാലവും സുരക്ഷിതമായി ജീവിതം നയിക്കാൻ സഹായിച്ചത്. ഈ പ്രതിസന്ധിയിലും ഗോവർദ്ധനം നമ്മളെ രക്ഷിക്കും. കൃഷ്ണൻ തന്റെ ഇടതുകരത്തിലെ ചെറുവിരലാൽ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി. 7 ദിവസം തുടർച്ചയായി ഇന്ദ്രനും വരുണനും വൃന്ദാവനത്തെ പ്രളയത്തിലാഴ്ത്താൻ ശ്രമിച്ചു. എന്നാൽ എല്ലാ ശ്രമവും പാഴായി. തന്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച ഇന്ദ്രൻ കൃഷ്ണനുടെ അടുക്കൽ മാപ്പപേക്ഷിച്ചു. എന്നെ ക്ഷമിച്ചാലും പ്രഭു, ക്ഷമിച്ചാലും പ്രഭു, എനിക്ക് വലിയ തെറ്റു പറ്റിയിരിക്കുന്നു. അങ്ങാണ് ഈ ജഗത്തിന്റെ നാഥനെന്നറിഞ്ഞിട്ടും ഞാൻ അങ്ങേ പരീക്ഷിച്ചു നോക്കി. ഞാൻ ചെയ്ത ഈ അപരാധത്തിന് എനിക്ക് മാപ്പ് നൽകുകയില്ലേ? കൃഷ്ണ കാരുണ്യ സിന്ധു എന്നെ ക്ഷമിച്ചാലും. അവന് കെട്ടി നോക്കൂ. അപ്പൊ മതിയുള്ളത് വേണം.